എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രുചികരമായ പാൽക്കപ്പയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്. പാൽക്കപ്പ തയ്യാറാക്കുന്നതിനായി ആവശ്യമായ കപ്പ വൃത്തിയാക്കി കഴുകി അരിഞ്ഞ് എടുക്കുക. അതിനുശേഷം നമുക്ക് കപ്പയൊന്ന് വേവിച്ചെടുക്കണം. നമ്മളിവിടെ 1 കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത്. ഉപ്പ് ചേർക്കാതെയാണ് നമ്മൾ കപ്പ വേവിച്ചെടുത്തത്. അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതിലേക്ക് 3 കപ്പ് അളവിൽ തേങ്ങാപ്പാലും കൂടെ ചേർക്കുകയാണ്. ഇവിടെ നമ്മൾ തേങ്ങാപ്പാൽ, ഒരു തേങ്ങയുടെ പാല്, അത് 1-ാം പാലും 2-ാം പാലും എല്ലാം ഒരുമിച്ചാണ് എടുത്തിട്ടുള്ളത്. കപ്പ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് വെന്താൽ മതിയാവും. ബാക്കി നമുക്ക് ഈ തേങ്ങ പാലിൽ കിടന്ന് കപ്പ വെന്ത് വരണം. അപ്പോഴാണ് നമ്മുടെ പാൽക്കപ്പയുടെ ടേസ്റ്റ് കൂടുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കപ്പ നന്നായി വേവിച്ചെടുക്കുക. ഇനി നമുക്ക് കപ്പയിലേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി 4-5 ചെറിയുള്ളി, 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 2 അല്ലി വെളുത്തുള്ളി എന്നിവ നന്നായിട്ട് ഒന്ന് ചതച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ കപ്പ തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. നമ്മുടെ കപ്പ അടിക്ക് പിടിക്കാതിരിക്കാൻ ഇടയ്ക്ക് ഇളക്കി ഒന്ന് കൊടുക്കണം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ അരപ്പ് നമ്മുടെ കപ്പയിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. പാൽക്കപ്പയുടെ മറ്റൊരു പ്രത്യേകത, നല്ല കപ്പയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് കൂടും. ഇനി നമുക്ക് കപ്പ ഒന്ന് തവി കൊണ്ട് ഉടച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ കപ്പ തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കാം. കടുക് പൊട്ടിക്കുന്നതിനായിട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ജീരകം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളി അരിഞ്ഞതും അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഏകദേശം ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വേവിച്ച കപ്പയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പാൽക്കപ്പ തയ്യാറായിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കപ്പ വിഭവമാണ് പാൽക്കപ്പ. ഇന്ന് നമുക്ക് പാൽക്കപ്പയോടൊപ്പം കഴിക്കാൻ പച്ചമാങ്ങയിട്ട് വെച്ച ആവോലി മീൻകറിയും മുളക് ഞെരടിയതുമാണുള്ളത്. ഇനി നമുക്ക് നമ്മുടെ പാൽക്കപ്പയൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചെറു ചൂടോടുകൂടി നമ്മൾ പാൽക്കപ്പ എടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നല്ല പച്ചമാങ്ങ ഇട്ട് വെച്ച നമ്മുടെ ആവോലി മീനും കൂടെ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഉപ്പും മുളകും പിഴുപുളിയും ചെറിയ ഉള്ളിയും ഒക്കെ നന്നായിട്ട് നമ്മൾ ഞെരടിയെടുത്ത നമ്മുടെ മുളക് ഞെരടിയതും കൂടെ എടുക്കുകയാണ്. അങ്ങനെ ഈ കറികളൊക്കെ ആയിട്ട് നമ്മുടെ പാൽക്കപ്പ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ ടേസ്റ്റാണ്. കപ്പ കിട്ടുമ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.